2 മാസം മുൻപ് കാലവർഷത്തിൽ കലിതുള്ളി ഒഴുകിയ ഭാരതപ്പുഴയാണ് ഇപ്പോൾ വെറും നീർച്ചാലാകുന്നത്. ഷൊർണൂർ കൊച്ചിൻ പാലത്തിനു മുകളിലും തൃത്താല വെള്ളിയാങ്കലിലുമൊക്കെ പുഴയുടെ ചന്തം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയിരുന്നത്. ഷൊർണൂർ ഭാരതപ്പുഴ തടയണയുടെ ഇന്നത്തെ അവസ്ഥയാണ് പരിതാപകരം. മെലിഞ്ഞുണങ്ങി പലയിടങ്ങളിലായി മുറിഞ്ഞ നീർച്ചാലുകളാണ് പുഴയുടെ അവശേഷിപ്പുകൾ. വരണ്ടുണങ്ങിയ മണൽത്തിട്ടകൾ, ഉണങ്ങിക്കരിഞ്ഞ പുൽത്തകിടകൾ, ഒഴുകിയടഞ്ഞ അവശിഷ്ടങ്ങൾ. ഇതാണ് ഇന്ന് ഭാരതപ്പുഴ. ഈ മഴക്കാലം ഇപ്പം നിങ്ങൾ നോക്കൂ, മഴക്കാലം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗുരുതരമായ ഒരു കുടിവെള്ളക്ഷാമത്തിലേക്ക് എത്രയും വൈകാണ്ട് ബുദ്ധിമുട്ടിലേക്ക് വരും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. തടയണ ഇമ്മീഡിയറ്റ് നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുത്തൊഴുക്കിലും മണലും മണ്ണും ചളിയും എല്ലാം വന്ന് നിറഞ്ഞ് ഏതാണ്ട് തടയണ നിറഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ അവിടെ എവിടെ വെള്ളം ശേഖരിക്കപ്പെടുന്നതാണ് നമ്മൾ കരുതുന്നത്? വെള്ളം ഈ തടയണയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മുനിസിപ്പാലിറ്റിയുടെ ഇത്രയും വാർഡുകളിലും സമീപ വാണിയംകുളം അതുമാതിരി മറ്റുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിക്കണമെന്നുണ്ടെങ്കിൽ, കുടിവെള്ളം എത്തിക്കണമെന്നുണ്ടെങ്കിൽ, ശുദ്ധമായ ജലം എത്തിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ പ്രായോഗികമാവുന്ന ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. അവശേഷിക്കുന്ന നീർച്ചാലുകൾ കൂടി വരണ്ടാൽ പുഴയെ മാത്രം ആശ്രയിച്ച് ഷൊർണൂർ നഗരസഭയ്ക്കും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കുമായി ഏർപ്പെടുത്തിയ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനവും അവതാളത്തിലാകും. സമീപത്തെ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും പ്രതിസന്ധിയിലാകും. ഇതിനെല്ലാം പുറമെ വരും വേനലിൽ കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയുമുണ്ട്. സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.